ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. അതായത് ത്രികോണങ്ങൾ, അവയുടെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ട്രയാങ്കിൾസ് പ്രധാനമായിട്ടും 3 വിധമാണുള്ളത് അല്ലേ. അതായത് 3 ടൈപ്പ് ട്രയാങ്കിൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഏതെങ്കിലും ഒരു കോൺ മട്ടകോണായിരിക്കും അല്ലേ. അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് ഈ 2 നേർവരകൾ വന്നിട്ട് കൂട്ടിമുട്ടുന്നത് ലംബമായിട്ടായിരിക്കും, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു ത്രികോണത്തിൻ്റെയും ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ അതായത് ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. ഇൻറ്റേർണൽ ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരെണ്ണം 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെയാവാം? 30, 60 ആവാം, 45 ആവാം. എങ്ങനെയായാലും ബാക്കി 2 കോണുകൾ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടണം. അപ്പോഴാണ് അത് ശരിയാവുന്നത്. അത് ഒരെണ്ണം 90 ആയതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. അങ്ങനെയെങ്കിൽ ഒരെണ്ണം തന്നാൽ ഒരെണ്ണം 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. ഈസിയായിട്ട് കണ്ടെത്താം. 180-ൽ നിന്ന് 90 കുറക്കണം. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള കോണും കുറച്ചാൽ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ പേരിൽ തന്നെയുണ്ട്, സമമായിട്ടുള്ള പാർശ്വങ്ങൾ അല്ലേ. അതായത് 2 സൈഡുകൾ, ലാറ്ററൽ സൈഡ്സ്. നമ്മൾ ലാറ്ററൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വരച്ച് നോക്കിയാൽ അറിയാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. നോക്കുക, അതിൻ്റെ സൈഡുകൾ ഇങ്ങനെ ഈക്വലായിട്ട് വരും. ഈ 2 സൈഡുകളും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എതിരെയുള്ള ഈ കോണുകളുണ്ടല്ലോ, അതായത് താഴെയുള്ള കോണുകൾ, ബേസിലുള്ള കോണുകൾ, ഈ ബേസ് കോണുകൾ എന്തായിരിക്കും? അതും ഈക്വലായിരിക്കും. സൈഡുകൾ ഈക്വലാണെങ്കിൽ അവയ്ക്ക് എതിരെയുള്ള കോണുകളും ഈക്വലായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ അല്ലേ. സമപാർശ്വ ത്രികോണത്തിൽ അപ്പോൾ 2 കോണുകൾ ഈക്വലാണ്, 2 വശങ്ങളും ഈക്വലാണ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ കോണ് അറിയാം നോക്കിയാൽ ഒരു 30 ഡിഗ്രിയാന്ന് വെച്ചോ, മൂന്നാമത്തെ കോണ്. എങ്കിൽ ഈ താഴെയുള്ള 2 കോണുകൾ നമുക്ക് കണ്ടെത്താം അല്ലേ. ഈസി അല്ലേ. എങ്ങനെയാണ്? നമുക്കറിയാം ത്രികോണത്തിൻ്റെ ആകെയുള്ള കോണളവ് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 30 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 150. ഇനി 150 എന്ന് പറയുന്നത് താഴെയുള്ള 2 കോണുകളുടെ തുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാക്കിയാൽ ഒരു കോണിൻ്റെ അളവ് കിട്ടും അല്ലേ. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ 150-നെ പകുതിയാക്കി 75 ഡിഗ്രി വരും. ഏത്? താഴെയുള്ള ഈ 2 കോണുകളും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. സമപാർശ്വ ത്രികോണത്തിൽ 2 വശങ്ങൾ തുല്യം, 2 കോണുകളും തുല്യം. ഇനി മൂന്നാമത് സമഭുജ ത്രികോണം. അതായത് ഈ ത്രികോണത്തിൻ്റെ 3 സൈഡുകളും ഈക്വലാണ്. 3 ഈക്വലാണ്. 3 സൈഡുകളും ഈക്വലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകളും ഈക്വലായിരിക്കൂടെ. അതായത് സമഭുജ ത്രികോണത്തിൻ്റെ 3 സൈഡുകൾ മാത്രമല്ല ഈക്വൽ, പിന്നെ എന്തും കൂടെ തുല്യമാണ്? 3 കോണുകളും 3 ആംഗിൾസും എന്താണ്? തുല്യമാണ്. 3 വശങ്ങളും അതുപോലെ 3 കോണുകളും തുല്യമായതാണ് എന്ത്? സമഭുജ ത്രികോണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്കറിയാം 180-നെ 3 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു കോണിൻ്റെ അളവ് കിട്ടും, 60 ഡിഗ്രി.